തിരുവനന്തപുരത്ത് വസ്തുതർക്കത്തിനിടെ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. 14കാരനോട് പോലീസിന്റെ ക്രൂരത. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങി കുടുംബം. അഭ്യാസം വേണ്ട കേട്ടാ. ആജീവനാന്തം കിടന്ന് കയറി ഇറങ്ങേണ്ടി വരും കേട്ടോ. കയറ്റി ഇറക്ക്, നിങ്ങള് കയറ്റി ഇറക്ക്. ഇവിടെ മോനെ വാ, കയറ്റി ഇറക്ക്, ഞങ്ങളെ കയറ്റി ഇറക്ക്. കൊല്ലാൻ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളെ കൊന്നിട്ട് കൊണ്ടുപോകും. തിരുവനന്തപുരം വർക്കലയിലാണ് സംഭവം. അതിർത്തി തർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് 14 വയസ്സുകാരനെ തള്ളിയിടുകയും തുടർന്ന് കയ്യിൽ പൊട്ടലുണ്ടായി എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഈ വസ്തു തർക്കത്തെ തുടർന്ന് ഡെയിലി ഇവിടെ ഈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് വരുമായിരുന്നു. അപ്പൊ അന്നൊന്നും വലിയ പ്രശ്നമില്ലാതെ വന്ന് കോംപ്രമൈസ് ചെയ്ത് അവരെ പോകുമായിരുന്നു. ലാസ്റ്റ് ഈ മെനിങ്ങാന്ന സംഭവത്തിലായിരുന്നു ഡിവൈഎസ്പി ഡയറക്റ്റ് പുള്ളി വന്നിട്ട് തന്നെയാണ് ഈ വേലി ചവിട്ടി പൊളിക്കുകയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ഡയറക്റ്റ് പോലീസിനെ വിളിച്ചു വരുത്തി. ആ പോലീസ് വന്നിട്ട് ഒന്നും വേറെ ഒരു വിഷയമുണ്ട്, മാഡം ആരുടെ രാജേഷ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ജീപ്പിൽ കൊണ്ട് കയറ്റിട്ട് ആ SI എന്നോട് പറഞ്ഞു, നിനക്ക് 7 വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരടാന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ തെറിയും വിളിച്ചതിന് ശേഷം എന്റെ ജീപ്പിൽ കയറ്റിയപ്പോഴത്തേക്ക് എന്റെ ഭാര്യയും മകനോട് വന്നിട്ട് പറഞ്ഞു, അച്ഛനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ ആരോടാ, നിനക്ക് എന്നെ അറിയാൻ പാടാന്ന് ചോദിച്ചിട്ട് എന്റെ കൊച്ചിന്റെ കൈ പിടിച്ചു. ഹരിഹരപുരം സ്വദേശികളായ രാജേഷ്, ശാലിനി ദമ്പതികളുടെ മകനായ കാശിനാഥിന്റെ കയ്യിൽ പൊട്ടലുണ്ടെന്നാണ് ആശുപത്രി പരിശോധനാ റിപ്പോർട്ട്. അയൽവാസിയായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ ഭാര്യയുടെ മാതാവുമായുണ്ടായ വഴിത്തർക്കമാണ് ഇതിലേക്ക് വഴിതിരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഫെബ്രുവരി 4 ഏകദേശം 1:30 മണിയോടുകൂടി അവിടെ ഒരു ഗേറ്റ് വെക്കുന്നതിന്റെ അതിർത്തി തർക്കം നിലവിൽ നിൽപ്പുണ്ടായിരുന്നു. അവിടെ ഒരു ഗേറ്റ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് എതിർകക്ഷിയായിട്ടുള്ള ഡിവൈഎസ്പി ജോഷി അദ്ദേഹം വരികയും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുകൂടി വന്ന് ഈ ഗേറ്റ് വലിച്ച് പൊളിച്ചു കളയുകയും അത് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് പോലീസിന്, അതായത് അരൂർ പോലീസിനെ വെച്ച് ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ പേരിൽ കള്ളക്കേസ് ചാർജ് ചെയ്യും. ഈ പയ്യന്റെ, ഇപ്പം ബാധിക്കപ്പെട്ട പയ്യന്റെ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പയ്യനെ എതിർക്കുകയും ആ പയ്യനെ വലിച്ചു മാറ്റി പയ്യന്റെ കൈ ഒടുക്കിയൊക്കെയാണ് അരൂർ പോലീസ് ചെയ്തേക്കുന്നത്. വസ്തുതർക്കത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ അച്ഛൻ രാജേഷിന് അനുകൂലമായ കോടതി വിധി നേരത്തെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ രാജേഷ് വേലി സ്ഥാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി തന്നെ സ്ഥലത്തെത്തി വേലി പൊളിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പിന്നീട് ഡിവൈഎസ്പിയുടെ സ്വാധീനത്തിലൂടെ രാജേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനെത്തിയ അരൂർ പോലീസ് മകനെ ക്രൂരമായി ആക്രമിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം രാജേഷിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും തടസ്സം നിന്ന് കുട്ടിയെയും അമ്മയെയും മാറ്റാൻ മാത്രമാണ് ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ജനം, തിരുവനന്തപുരം.